ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ഷോൾഡർ ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. സെപ്പറേറ്റ് പാറ്റേൺ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഡയറക്റ്റ് മെറ്റീരിയലിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വീനെക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വൺ സൈഡ് ഷോൾഡറിലാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. വളരെ ഈസിയാണ് കേട്ടോ. അപ്പം കുറച്ച് സ്റ്റെംസും കുറച്ച് ബ്രാഞ്ചസും ആണ് കേട്ടോ വരച്ചിരിക്കുന്നത്. ഒരു 3-3.5 ഇഞ്ച് ലെങ്ത് വരുന്ന രീതിയിൽ കുറച്ച് സ്റ്റെംസ് മാർക്ക് ചെയ്യുക. അതിലിതുപോലെ കുറച്ച് ബ്രാഞ്ചസും മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ബീഡ് മാത്രം വെച്ച് ചെയ്യുന്നൊരു വർക്കാണ്. 2 കളർ കട്ട് ബീഡാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പർപ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക് ഷെയ്ഡിലുള്ള കട്ട് ബീഡാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ചെറിയ ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി എടുക്കുന്നതിനേക്കാളും കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലാവൻഡർ ഷെയ്ഡുള്ള കട്ട് ബീഡ് വെക്കുമ്പോൾ അതിൻ്റെ എൻഡിലായിട്ട് നമ്മളിതുപോലെ ഒന്നിടവിട്ട് ഇതുപോലെ ഗോൾഡൻ ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ 2 കട്ട് ബീഡും ഗോൾഡൻ ബീഡും മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത്. ഈ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ഇപ്പോഴും ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട് ഏത് നീഡിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. ഇത് നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് മാത്രം വരച്ചിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ബ്രാഞ്ചസും സ്റ്റെംസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് കേട്ടോ ഓരോ സ്റ്റെമ്മും ചെയ്ത് പോരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റെമ്മ് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡാണെങ്കിൽ നെക്സ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ ചെയ്ത് പോരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സ്റ്റെം ഇതുപോലെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡും ഒരു സ്റ്റെം ഇതുപോലെ ലാവൻഡർ ഷെയ്ഡും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാവൻഡർ ഷെയ്ഡിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നിടവിട്ട് നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ എൻഡിലായിട്ട് ഗോൾഡൻ ബീഡ് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യില്ലേ, സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ 4 കട്ട് ബീഡ് വീതമാണ് കേട്ടോ ചെയ്ത് പോരുന്നത്. താഴേക്ക് പോകുന്തോറും നമ്മളതിൻ്റെ ലെങ്ത് കുറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 എന്നുള്ള 3, 2 അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ലാവൻഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 കട്ട് ബീഡിൽ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഓരോ കട്ട് ബീഡും ഒരു ഗോൾഡൻ ബീഡും വരുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒന്നിടവിട്ട് മാത്രമാണ് ഗോൾഡൻ ബീഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ആൻറ്റിക്കിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് ഗോൾഡൻ ബീഡിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 4 കട്ട് ബീഡ് വീതവും എൻഡിലെത്തുമ്പോൾ 3, 2 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫുള്ളും ബ്രാഞ്ചസും ഈ ലീവ്സും ചെയ്ത് പോരേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രാഞ്ച് കംപ്ലീറ്റും ആൻറ്റിക്കും ഒരെണ്ണം ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഷോൾഡർ പോർഷനിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റോ റൈറ്റോ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഏത് ഷോൾഡർ പോർഷനിലാണ് വേണ്ടത് നോക്കിയിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാം. ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ലാവൻഡർ കട്ട് ബീഡ്സും മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഗോൾഡൻ ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വെറും ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും.
വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.